ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു അപ്കമിങ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമായിട്ട് പറയാൻ പോണത്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ രേവതി റൂമിൽ നിന്നിട്ട് പൂ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് കടയിലേക്ക് വേണ്ടിയിട്ടുള്ള പൂ ഇങ്ങനെ മാല കോർക്കുവാണ്. ആ സമയത്ത് സച്ചി അടുത്ത് വന്നിരിക്കുവാണ്. നിലത്തിരുന്നിട്ടാണ് നമ്മുടെ രേവതി പൂമാല കോർക്കണത്. സച്ചി നിലത്തിരിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരം സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ പൂ കെട്ടണം നോക്കുമ്പോഴേക്കും രേവതി അടുത്ത് പറയുന്നുണ്ട്, ഇനി അടുത്ത മാല ഞാൻ കെട്ടിക്കോട്ടെ, ഇത് വളരെ സുഖമാണല്ലോ എന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ, ഇത് വലിയ സുഖമൊന്നുമല്ല, കുറച്ച് പാടുള്ള പണിയാണ് എന്ന് രേവതി പറയുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാട്ടോ രേവതി. ആ സമയത്ത് സച്ചി പറഞ്ഞ, എനിക്ക് മനസ്സിലായി, നീ ഇങ്ങോട്ട് താ, ഞാൻ കെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് ആ മാല മേടിക്കണം. അത് ജമന്തി, അതൊരു ചെണ്ടുമല്ലിയുടെ മാലയാണ്. അപ്പോൾ അത് മേടിച്ചിട്ട് ഇങ്ങനെ 4-5 ചെണ്ടുമല്ലി ഇങ്ങനെ വെച്ചതിന് ശേഷം, ജമന്തി വെച്ചതിന് ശേഷം നമ്മുടെ സച്ചി അതിങ്ങനെ കെട്ടാൻ പോകുമ്പോഴേക്കും ഇങ്ങനെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പിടിച്ചെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടാൻ പോകുമ്പോഴേക്കും അത് നിലത്തേക്ക് ഇങ്ങനെ വീഴുവാട്ടോ. ആ സമയത്ത് രേവതി പറഞ്ഞിട്ട്, അയ്യോ നിങ്ങളെ കൊണ്ടത് പറ്റില്ല, എനിക്ക് തന്നെ അല്ലെങ്കിൽ പൂ ചീത്താവുമെന്ന് പറയുമ്പോൾ, അയ്യോ ഇത് വളരെ കഷ്ടപ്പാടുള്ള പണിയാണല്ലേ, നീ ഇത് ചെയ്യണ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് കഷ്ടപ്പാടുള്ള പണിയൊന്നും അല്ലല്ലോ, ഇത് സുഖമല്ലേ, ഇത് കെട്ടി ജീവിക്കാൻ എന്ത് എളുപ്പമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പം മനസ്സിലായി, പൂ കെട്ടുന്നത് വളരെ കഷ്ടപ്പാടുള്ള പണി തന്നെയാണ്, നീ കഷ്ടപ്പെട്ട് തന്നെയാണ് ആ കട നടത്തിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് സച്ചി പറയുക കേട്ടോ. ആ കഥ കേൾക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം രേവതി ആ പേഴ്സ് ഇങ്ങോട്ട് എടുത്തെന്ന് പറഞ്ഞിട്ട് പേഴ്സ് എടുപ്പിക്കുകയാണ് സച്ചിനെ കൊണ്ട്. എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു ഭസ്മം എടുത്തിട്ട് സച്ചിയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുവാണ്. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അമ്പലത്തിലൊരു പുഷ്പാഞ്ജലി ചെയ്തു, അതിൻ്റെ പ്രസാദമാണെന്ന് പറയുമ്പോൾ, എനിക്ക് വേണ്ടിയിട്ടോ എന്ന് പറയുമ്പോൾ, അതെ നിങ്ങൾക്ക് വേണ്ടി, ഞാൻ പിന്നെ വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുക എന്ന് പറയുമ്പോൾ സച്ചിയുടെ കണ്ണുകളൊക്കെ ഒന്ന് നിറഞ്ഞു പോവാട്ടോ. കാരണം തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് രേവതി എന്നറിയുമ്പോഴേക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.